അപ്പോൾ ഇന്ന് നമ്മുടെ 4ാമത്തെ ദിവസമാണ്. ആദ്യത്തെ 2 ദിവസം നമ്മൾ കാട് വെട്ടി. ഇന്നലെ നമ്മൾ ചീരയുടെ വിത്ത് പാകി. ഇന്നിപ്പോൾ 2 നേരം ഞാൻ നനച്ചു കൊടുക്കുന്നുണ്ട്, രാവിലെയും വൈകിട്ടും. ഇന്ന് പയർ വിത്ത് നടാനായിട്ട് പോവുകയാണ്. പിന്നെ കാട് പതുക്കെ വെട്ടി തുടങ്ങണം, കാരണം കാട് വെട്ട് എവിടെ ആയിട്ടില്ല, വളരെ കുറച്ച് മാത്രമേ ആയിട്ടുള്ളൂ. പിന്നെ വാക്കത്തിക്കൊന്ന് മൂർച്ച കൂട്ടാനായിട്ട് കൊടുക്കണം, കാരണം അതിൻ്റെ മൂർച്ച വളരെ കുറവാണ്. ഞാനിപ്പോൾ ഡബിൾ പവറിട്ടാണ് വെട്ടുന്നത്. അപ്പോൾ അതിന് ഒരു നല്ലൊരു മൂർച്ച ഉണ്ടെങ്കിൽ ശടപട എന്ന് തീരുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇന്ന് പറ്റുമെങ്കിൽ അതും കൂടെ ഒന്ന് കൊണ്ട് കൊടുക്കണം. അപ്പം ഞാൻ പോയിട്ട് നമ്മൾ ഇന്നലെ നട്ട ചീരയ്ക്ക് നനയ്ക്കാൻ പോകണം. അപ്പം നനച്ചിട്ട് വരാം. അപ്പം ചീര നമ്മൾ നനച്ച് സെറ്റാക്കിയിട്ടുണ്ട്. കിളച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഇതേപോലുള്ള വേരുകൾ നമുക്ക് ചെറുതായിട്ട് പണി തരുന്നുണ്ട്. കാരണം അത് നേരെ അങ്ങ് വെട്ടിയിട്ടും അങ്ങ് മുറിയുന്നില്ല. പിന്നെ നമ്മളൊരു വിധത്തിൽ നമ്മളതങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ കിളയ്ക്കുന്ന പരിപാടി ഓൾമോസ്റ്റ് തീർന്നു. അത് പയറിന് വേണ്ടിയിട്ടുള്ള ഓൾമോസ്റ്റ് തീർന്നു. കിളയ്ക്കുന്ന പരിപാടി അത്ര എളുപ്പമുള്ള കാര്യമല്ല. പിന്നെ എല്ലാ ജോലിക്കും അതിൻ്റേതായൊരു ബുദ്ധിമുട്ടുണ്ട്. ഇതിന് നമുക്കിത് ശീലമില്ലാത്തതിൻ്റെ ആണത്. നമ്മൾ പെട്ടെന്ന് മടുക്കുന്ന, കിതയ്ക്കുന്ന, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളിപ്പോൾ. അത് നമ്മൾ ഓൾമോസ്റ്റ് കിളച്ച് നനച്ച് നിലം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് പയർ നടണം. ഇത് നമ്മൾ ചീര നട്ട സ്ഥലം ഇത്ര. പിന്നെ ഇതിനിടയ്ക്ക് ഒരു ഇതുണ്ട്, ഒരു മരക്കുറ്റി കിടപ്പുണ്ട്. ഇതിന് മുമ്പ് ഇത് നട്ടത് റബ്ബറായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു കുറ്റി കിടപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ മണ്ണ് ആകെ ഒരു ഗ്യാപ്പ് നമുക്ക് എന്തെങ്കിലും ഗ്രോ ബാഗ് വെച്ചിട്ട് ചെയ്യണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ പയറിന് വേണ്ടി സെറ്റാക്കിയത്. പയർ നമുക്ക് കുറച്ച് കഴിഞ്ഞ് നടണം.